ഇപ്പോൾ സി കെ ശശീന്ദ്രൻ CPM നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സി കെ ശശീന്ദ്രൻ, ഈ തരത്തിൽ അതായത് ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഈ പേരുമാറ്റം പോലെയുള്ള പ്രഖ്യാപനങ്ങളിലൂടെ ഇത്തരം അവകാശവാദങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നത് BJPയും അതോടൊപ്പം തന്നെ സുരേന്ദ്രനും എന്നാണ് നേരത്തെ ശ്രീ IC ബാലകൃഷ്ണൻ സൂചിപ്പിച്ചത്. താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി എത്തിയിട്ടുള്ള സുരേന്ദ്രൻ എന്തിനായിരിക്കാം സുൽത്താൻ ബത്തേരി എന്ന പേര് മാറ്റും എന്ന അവകാശവാദം ഉന്നയിക്കുന്നത്? ഒരു സംഘപരിവാർ അജണ്ട, വർഗീയ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ശ്രീ സുരേന്ദ്രൻ ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യയിൽ BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും ഭിന്നിപ്പിക്കാനും നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കുളിച്ചുതേട്ടലാണ് ഈ അജണ്ടയിലൂടെ വരുന്നത്. വയനാട് എന്ന് പറയുന്നത് എല്ലാ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും കുടിയേറി പാർക്കുന്ന തമിഴ്നാടും കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ് വയനാട്. അവർ വളരെ മതസൗഹാർദ്ദത്തോടെയും പരസ്പര സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു ജനതയാണ്. ആ ജനങ്ങൾക്കിടയിലാണ് വർഗീയ അജണ്ട, സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്ന് വാക്കുന്നത് ഒരു വർഗീയ താല്പര്യത്തോടുകൂടി ഉള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങൾ ബോധപൂർവമായിട്ട് ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും വയനാട്ടിലെ മതനിരപേക്ഷ ജനവിഭാഗങ്ങൾ അവരിതിനെ തള്ളിക്കളയും, അതിനോട് യോജിപ്പില്ല. BJPക്ക് ഇതുകൊണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ കഴിയുമെങ്കിലും വിജയിക്കാനൊന്നും കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ BJP വിജയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. അതിനേക്കാൾ വെറുതെയാണ് ജനങ്ങളെ തമ്മിലടിപ്പിക്കുക എന്നുള്ളത്. ആ ജനങ്ങളെ തമ്മിലടിപ്പിക്കുക എന്നുള്ള വിഷയത്തോട് അതിശക്തമായ പ്രതിഷേധം നമുക്ക് ഉയർത്തേണ്ടതുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ഇപ്പോൾ ആനി രാജ, രാഹുൽ ഗാന്ധി അങ്ങനെ ശ്രദ്ധേയമായ പോരാട്ടമാണ് നടക്കുന്നത്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു പോരാട്ടമാണ് വയനാട്ടിൽ നടക്കുന്നത്. അവിടേക്ക് വൈകിയാണ് എത്തിയത് സുരേന്ദ്രൻ എന്ന് നമുക്കെല്ലാം അറിയാം. അപ്പോൾ അങ്ങനെ ഒരു ഹൈപ്പിന് വേണ്ടി മാത്രം നടത്തിയ ഒന്നല്ല ഇത്. ജയിക്കുകയോ പരാജയപ്പെടുകയോ എന്നതിനപ്പുറത്ത് ഇതൊരു അജണ്ട തന്നെയാണ് എന്ന് താങ്കൾ കരുതുകയാണ്? തീർച്ചയായിട്ടും ഒരു സംഘപരിവാർ അജണ്ടയാണ്. അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളാണല്ലോ പറയുക. കേന്ദ്ര വന നിയമം മാറ്റുമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അത് മനസ്സിലാവും. ഇതല്ലല്ലോ പറയുന്നത്. ജനങ്ങളെ തമ്മിലടിപ്പിക്കുക, വളരെ സൗഹാർദ്ദത്തോട് ജീവിക്കുന്ന, വളരെ നിഷ്കളങ്കതയോട് ജീവിക്കുന്ന ഒരു ജനവിഭാഗങ്ങളാണ് വയനാട്ടിലെ ജനവിഭാഗങ്ങൾ. അവർക്കിടയിൽ സ്പർദ്ധയുടേതെയും തമ്മിലടിപ്പിക്കുന്നതിന്റെയും പരസ്പര വിരോധത്തിന്റെയും എല്ലാം ഒരു സന്ദേശമുയർത്തുക എന്ന് പറയുന്നത് ജയിച്ചില്ലെങ്കിലും കുഴപ്പമുണ്ടാക്കണം എന്ന രീതിയിൽ തന്നെയാണ്. അതായാലും വയനാട്ട് ജനങ്ങൾ അത് തള്ളിക്കളയും. മതനിരപേക്ഷതയുടെ ഭാഗമായിട്ടാണ് വയനാട്ട് ജനങ്ങൾ നിലകൊള്ളുന്നത്. അതിനോട് വയനാടൻ ജനത പൊതുവെ അതിനോട് യോജിച്ച അന്തരീക്ഷം സ്വീകരിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. തെറ്റായ ഒരു സന്ദേശം ഉയർത്തുന്നു എന്നുള്ളത് അങ്ങേയറ്റം അപകടകരമാണ്. നാളെ രാജ്യത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് ഒരു കുഴപ്പത്തിന്റെ വിത്തുകൾ പാകുക എന്ന ഉദ്ദേശം അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ നമുക്കിതിനെ കാണേണ്ടതുണ്ട്. വളരെയധികം നന്ദി ശ്രീ CK ശശീന്ദ്രൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ